എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഫുഡുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഏതൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് ഏജിങ് നമുക്ക് കുറച്ചും കൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻറ്റി ഏജിങ് ഫുഡ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കൂടെ നമ്മളിതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഡെയിലി 2 to 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹൈഡ്രേഷൻ ആയിരുന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 to 3 ലിറ്റേഴ്സ് വെള്ളം ഡെയിലി കുടിക്കുക. അതുപോലെ 8 മണിക്കൂർ ഉറങ്ങുക, 7 to 8 hours ഉറങ്ങി എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലി ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിൽ നമ്മുടെ സ്കിൻ യൂത്ത്ഫുൾ ആയിരിക്കും. നമ്മൾ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങളുടെ ഡെയിലി ഉള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ്സ്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏജിങ് ആവുന്നതായിട്ട് നമ്മളുടെ സ്കിന്നിലൊക്കെ ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ റിങ്കിൾസൊക്കെ പെട്ടെന്ന് വരുന്നതായിട്ടൊക്കെ കാണും. അപ്പം മാക്സിമം മെൻ്റൽ സ്ട്രെസ്സ് കുറച്ച് വയ്ക്കാൻ, മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. ഇനി നമ്മൾ ആൻറ്റി ഏജിങ് ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡ് നമുക്ക് ധാരാളമായിട്ട് കഴിച്ചാലാണ് നമുക്ക് ആൻറ്റി ഏജിങ് ഉണ്ടാവുക. നമുക്ക് ഏജിങ്ങിനെ, നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഏജിങ്ങിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കൊളാജൻ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യമാണ്. മെയിൻലി വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ സിങ്ക്, അത്തരത്തിലുള്ള മാഗ്നീഷ്യം, അത്തരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ തന്നെ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഫുഡ് വേണം നിങ്ങൾ കഴിക്കാനായിട്ട്. അതിന് മുമ്പ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അളവ് വളരെയധികം കുറയ്ക്കുക. ധാരാളം പച്ചക്കറികളും പ്രോട്ടീനും അത്തരത്തിലുള്ള ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഓവർ ഈറ്റ് ചെയ്യാതിരിക്കുക, സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത്തരത്തിലുള്ള വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുള്ള ഏതൊക്കെ ഫുഡാണെന്ന് നമുക്ക് നോക്കാം. ഈ സിങ്ക് റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കടല, പയറ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ റൈസ്, ഓട്സ്, ഇത്തരം ഇതിലൊക്കെ തന്നെ ധാരാളമായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കടല, പയറ് വർഗ്ഗങ്ങൾ, ഇത്തരത്തിലുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഇത്തരം ഫുഡുകളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ളതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ധാരാളം ചീര, മുരിങ്ങയില, ഇലക്കറികൾ ധാരാളമായിട്ട് ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൊക്കോളി, ടൊമാറ്റോ, ക്യാരറ്റ്, കുക്കുംബർ, ബീറ്റ്റൂട്ട്, സ്വീറ്റ് പൊട്ടാറ്റോ, ഇത്തരത്തിലുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. ഇതിൽ തന്നെ നമ്മുടെ ബ്രൊക്കോളി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏജിങ്ങിന് വളരെയധികം, ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ടൊമാറ്റോയിൽ ലൈക്കോപ്പീൻ എന്നുള്ളൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. അത് സൺ ഡാമേജിൽ നിന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. അതുപോലെ തന്നെ നമ്മളെ സ്വീറ്റ് പൊട്ടാറ്റോയിൽ ബീറ്റാ കെറോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ബീറ്റാ കെറോട്ടീൻ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് നമ്മളെ സ്കിന്നിൻ്റെ ഏജിങ്ങിനെയൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. സ്കിൻ്റെ ഹെൽത്ത് നല്ലതായിട്ട് നിലനിർത്താനൊക്കെ ഈ സ്വീറ്റ് പൊട്ടാറ്റോ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നട്ട്സും സീഡ്സും നമ്മളുടെ ഡെയിലി ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ ആൻറ്റി ഏജിങ് അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏത് നട്ട്സാണ്, ഏത് സീഡ്സ്, നമ്മൾക്കിപ്പോൾ ഒരു 4 മണി പലഹാരമായിട്ടൊക്കെ ഒരു ഫിസ്റ്റ് കുറച്ച് നട്ട്സും സീഡ്സും ഒക്കെ മിക്സ് ചെയ്തൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ ഒരു നട്ട്സ് തന്നെ ഒരു 5-6, നമ്മൾ ഒരുപാട് എടുക്കുമ്പോഴാണ് ഇത് കൊളസ്ട്രോൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഒരു ദിവസം ഒരു 5-6 നട്ട്സൊക്കെ എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കൊളസ്ട്രോളൊന്നും കൂടാൻ പോകുന്നില്ല. ഈ ആൽമണ്ട് അതൊക്കെ സ്കിന്നിന് വളരെയധികം
നല്ലതായിട്ടുള്ള ഒരു നട്ടാണ് ആൽമണ്ട്. അതിൽ പംകിൻ സീഡ്സ്, വാൽനട്ട്സ്, ഇത്തരത്തിലുള്ള നട്ട്സൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. ഇനി നമ്മുടെ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ എല്ലാ ബെറീസും നമുക്കിപ്പോൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് സ്ട്രോബെറിയാണ് കേട്ടോ. അതൊക്കെ ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ പോമോഗ്രാനൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ലെമൺ ജ്യൂസ്, ലെമൺ, പപ്പായ, കിവി, അവക്കാഡോ, ആപ്പിൾ, ഇത്തരത്തിലുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ആപ്പിൾ, പോമോഗ്രാനൈറ്റ്, ഓറഞ്ച് വിറ്റാമിൻ സി റിച്ച് ആണ്. ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ്, ബെറീസിലാണ് ധാരാളമായിട്ട് ഈ വിറ്റാമിൻ സിയും ഈ വിറ്റാമിൻസൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ബെറീസ് കേട്ടോ. നമ്മൾ ഈസിലി അവൈലബിൾ സ്ട്രോബെറീസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടത്? ഡെയിലി നിങ്ങൾ കഴിയുവാണെങ്കിൽ ഒരു ബനാന കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബനാന മീൻസ് ഏത്തപ്പഴം കേട്ടോ. ഏത്തപ്പഴം നമ്മുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിന്നിന് മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് കൊടുക്കാനും ആൻറ്റി ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഡെയിലി നിങ്ങളൊരു ഏത്തപ്പഴം കഴിച്ചാൽ വണ്ണം വയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഏത്തപ്പഴം ഡെയിലി കഴിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് വണ്ണം കൂടാനൊന്നും പോകുന്നില്ല. ഏത്തപ്പഴത്തിൽ ധാരാളം മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ. അപ്പോൾ ഡെയിലി ഏത്തപ്പഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫിഷുകൾ, മെയിനായിട്ടും ചെറിയ മീനുകളൊക്കെ, ചാള, നെത്തോലി, അതുപോലെ തന്നെ സാൽമൺ പോലുള്ള ഫാറ്റി ഫിഷസിലൊക്കെ ഈ omega-3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് സ്കിന്നിന് വളരെയധികം, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഡയറ്റിൽ നിങ്ങൾ ഗ്രീൻ ടീ ഉൾക്കൊള്ളിക്കുക. നമ്മൾ ചായ, കാപ്പിയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഗ്രീൻ ടീ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് ഒക്കെ ഉള്ളതാണ്. ഗ്രീൻ ടീ നിങ്ങൾ ഡെയിലി ഡയറ്റിൽ ഉൾക്കൊള്ളിച്ചോളൂ. അതുപോലെ തന്നെ കോക്കനട്ട് വാട്ടർ നമ്മളെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. ടെർമറിക്ക്, ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ആൻറ്റി ഏജിങ് ഫുഡ്സ് എന്ന് പറയുന്നത്. നിങ്ങളതൊരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ബാലൻസ്ഡ് ആക്കി ഡെയിലി നിങ്ങൾ ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഫുഡ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഒരു 25% ആയിരിക്കണം, ഒരു പ്രോട്ടീൻ ഒരു 25%, പിന്നെ 50 ഈ കുക്ക്ഡ് വെജിറ്റബിൾസ് ആയിരിക്കണം. ഇത്തരം ഒരു പ്രൊപ്പോർഷനിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട്, അപ്പോൾ നമുക്ക് ഇത്തരം ഫുഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചൊക്കെ ഓരോ ദിവസം നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട്. ഇപ്പോൾ ഒരു ദിവസം തന്നെ ഇതെല്ലാം കഴിക്കണം എന്ന് പറയുന്നില്ല, മാറി 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 നിങ്ങളത് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം ഗ്ലോ നൽകും കേട്ടോ. പിന്നെ നമുക്ക് ജ്യൂസൊക്കെ ഈ നമുക്ക് ഗ്ലോ കൂട്ടാനായിട്ട് ജ്യൂസ് നമ്മളുടെ ബീറ്റ്റൂട്ട് ഒരു കഷ്ണം എടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ, പിന്നെ എന്താ പറയുക കുക്കുംബർ, ലെമൺ ജ്യൂസ്, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം നെല്ലിക്ക, ഇതൊക്കെ ഇട്ട് നമുക്ക് അടിച്ച് ജ്യൂസ് ആയിരുന്നു. ഒന്നിലും ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല, നമുക്ക് ജ്യൂസാക്കി കുടിക്കാം. അതുപോലെ ഓവർ നൈറ്റ് നമുക്കൊരു ഗ്ലാസ്സിൽ കുക്കുംബർ സ്ലൈസ്ഡ്, ലെമൺ സ്ലൈസ്ഡ് ആക്കി വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ചിയ സീഡ്സൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഓവർ നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ആ വെള്ളം കുടിക്കാം. അത് നല്ലൊരു ഹൈഡ്രേഷനും ഇത്തരത്തിലുള്ള ഇത് കുടിക്കുമ്പോൾ നമുക്ക് സ്കിന്നൊക്കെ ഒരു ഗ്ലോ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഡയറ്റിൽ മെയിനായിട്ട് വേറൊരു കാര്യം കൂടെ ഉൾക്കൊള്ളിക്കുക, കേട്. അത് ഭയങ്കരമായിട്ടും പ്രോബയോട്ടിക് റിച്ച് ഫുഡാണ് കേട്ടോ. കേട് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അതും നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഏജിങ്ങിന് വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരം ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എക്സസൈസ്, അത്തരം കാര്യങ്ങളൊക്കെ, ഉറക്കം, വെള്ളം ധാരാളം കുടിക്കുക, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ധാരാളം ഷുഗർ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഓയിലി ഫുഡ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ്, മീൻ, അതൊക്കെ നിങ്ങൾക്ക് പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും കറി വെച്ച് കഴിക്കാം. അപ്പോൾ നമുക്ക് ഓയിൽ കുറേയൊക്കെ നമ്മൾ ഏത് ഓയിലാണ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓയിലും ഗുഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ വളരെ ചുരുങ്ങിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നമ്മൾ ഈ മീനും കാര്യങ്ങളൊന്നും വറുത്ത് കഴിക്കുക എന്നല്ല, ഒലിവ് ഓയിൽ സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സാലഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ആ സാലഡിൻ്റെ പുറത്ത് കുറച്ച് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അത് കഴിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള മുട്ടയുടെ വെള്ളയും നിങ്ങൾ ഡെയിലി ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക.
അത് എല്ലാ വിറ്റമിൻസും റിച്ചാണ് കേട്ടോ. എ, ഡി, ഇ, കെ, വിറ്റാമിൻ സി എല്ലാത്തിൻ്റെ ഒരു പവർ ഹൗസാണ് മുട്ട എന്ന് പറയുന്നത്. ആ സ്കിന്നിന് നല്ലൊരു ഇലാസ്റ്റിസിറ്റിയും കൊളാജൻ പ്രൊഡക്ഷനും ഒക്കെ അത് വളരെ ഹെൽപ്പ് ചെയ്യും. ഡെയിലി മുട്ടയും നിങ്ങളുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഏജിങ്ങിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.